സോ ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് 5 അഗ്രസീവ് ഫിഷ് ഫോർ യുവർ അക്വേറിയം. ഇന്നത്തെ വീഡിയോയിൽ പോകുന്നതിന് മുമ്പേ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഓർഡർ ചൂസ് ചെയ്തത്? അത് ഒന്നാമത്തെ കാര്യം, ദേ ആർ ഈസിലി അവൈലബിൾ. അതായത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പെറ്റ് സ്റ്റോറിൽ ഇവർ ആക്ച്വലി പെട്ടെന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ വാങ്ങാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ടാങ്ക് സൈസ്, അതായത് ഒരു 2 to 5 ഫീറ്റിനകത്ത് വളരുന്ന ടൈപ്പ് ഫിഷസിനെയാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇറ്റ്സ് മൈ ചോയ്സ്, പേഴ്സണൽ ചോയ്സ് ആണ്. അത് മാത്രമല്ല, ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓൺ 5th പ്ലേസ് ഞാൻ പറയുന്നത് പാരറ്റ് ഫിഷ് ആണ്. ഇന്നത്തെ ലിസ്റ്റിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിഷും പാരറ്റ് ഫിഷ് തന്നെയാണ്. ഇവർ ആക്ച്വലി പല കളറിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഇവർ ആക്ച്വലി ഒരു ഹൈബ്രിഡ് ഫിഷാണ്. അതുകൊണ്ട് തന്നെ ഇവർ എഗ്ഗ് ലേ ചെയ്യുമെങ്കിലും ആ എഗ്ഗ് ഫെർട്ടിലൈസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആ എഗ്ഗ് എല്ലാം വൈറ്റായി പോകാനാണ് ചാൻസ് കൂടുതലും. അതുകൊണ്ട് തന്നെ ഇവർ ബ്രീഡ് ആകില്ല. പക്ഷേ ഇവർ ആക്ച്വലി വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് മാത്രമല്ല, നമുക്കൊരു സ്കൂൾ ഫിഷ് ആയിട്ടും വളർത്താം, അതായത് ഗ്രൂപ്പ് ഓഫ് ഫിഷ് ആയിട്ടും നമുക്ക് ഇവരെ വളർത്താൻ സാധിക്കും. കുറച്ച് കോസ്റ്റ്ലി ആണെന്നേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഓൺ ദ 4th പ്ലേസ് ഓൾ ടൈം ഫേവറേറ്റ് ഫിഷ് ആയിട്ടുള്ള അരോനയാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. സോ അരോന നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കുറേ നാളെ നമ്മളെ ഹോബിയിലുള്ള ഫിഷാണ്. ഒരു യൂണീക്ക് ഫിഷാണ് ആക്ച്വലി. പക്ഷേ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് വെച്ചാൽ കുറച്ച് വലുതാകും. അത് മാത്രമല്ല കുറച്ച് കോസ്റ്റ്ലി കൂടെയാണ്. പക്ഷേ അതർവൈസ് എല്ലാ ഈ അക്വേറിയം എന്തൂസിയാസ്റ്റിനും വാങ്ങാൻ ഇഷ്ടമുള്ളൊരു ഫിഷ് തന്നെയാണ് അരോന. സോ നിങ്ങൾക്ക് അരോന ചൂസ് ചെയ്യാൻ ഒരു യൂണീക്ക് ഫിഷാണ്. സോ ഓൺ ദ 4th പ്ലേസ് ഞാൻ അരോനയാണ് പ്ലേസ് ചെയ്യുന്നത്. ഓൺ ദ 3rd പ്ലേസ് നമ്മുടെ സ്വന്തം ഓസ്കർ ഫിഷാണ്. സോ എല്ലാ കടയിലും കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മോൺസ്റ്റർ ഫിഷ് ആയിട്ടുള്ള ഓസ്കറിനെ തന്നെയാണ് ഞാൻ 3rd പൊസിഷനിൽ വെക്കുന്നത്. ഡിഫറെൻറ്റ് കളർ വെറൈറ്റിയിൽ അവൈലബിൾ ആണ്. ബ്യൂട്ടിഫുൾ ഫിഷാണ്. ഞാൻ ഓസ്കറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. സോ അതാണ് 3rd ഓപ്ഷൻ. സോ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. സോ 2nd പ്ലേസ് ബ്യൂട്ടിഫുൾ ഫിഷ് ആയിട്ടുള്ള ഫ്ലവർ ഹോൺ ആണ്. സോ ഫ്ലവർ ഹോൺ നമുക്കറിയാം, എല്ലാവരും പറയുന്ന പോലെ സിംഗിളായിട്ട് വളർത്തേണ്ട ഫിഷാണ്. പക്ഷെ ആക്ച്വലി നമ്മൾ കമ്മ്യൂണിറ്റിയിൽ വളർത്താം. ഫാസ്റ്റ് മൂവിങ് ഫിഷ് ആയിട്ടുള്ള ഫിഷിൻ്റെ കൂടെ ഇട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി വളർത്താം. അല്ലെങ്കിൽ അതേപോലെ അഗ്രസീവ് ആയിട്ടുള്ള മറ്റ് ഫിഷസ്, അതായത് ഓസ്കാർ, പാരറ്റ് എന്നിവ കൂടെയൊക്കെ നമുക്ക് ഫ്ലവർ ഹോണിനെ പെയർ ചെയ്തും വളർത്താം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്യൂട്ടിഫുൾ ഫിഷാണ്. കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ ഈസിലി അവൈലബിൾ ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫിഷ് തന്നെയാണ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പ്ലേസ്. സോ ഓൺ ദ 1st പ്ലേസ് ഞാൻ പറയുന്നത് നമ്മുടെ സ്വന്തം സീബ്ര തിലാപ്പിയ. ആക്ച്വലി ഈ മീനിനെ നിങ്ങൾ കണ്ടത് കുറവായിരിക്കും, പക്ഷേ ആക്ച്വലി നിങ്ങളെ പെറ്റ് സ്റ്റോറിലുള്ളൊരു ഫിഷാണ്. നമ്മൾ അധികം മൈൻഡ് ചെയ്യാത്ത ഫിഷാണ്. ആക്ച്വലി ഇത് സൂപ്പർ അഗ്രസീവ് ആണ്. നമുക്ക് സിംഗിളായിട്ട് മാത്രമേ വളർത്താൻ പറ്റുള്ളൂ. കമ്മ്യൂണിറ്റിയിൽ ഇടാൻ വളരെ പാടാണ്. അത് മാത്രമല്ല, ആക്ച്വലി എനിക്കൊരു സീബ്ര തിലാപ്പിയ ഉണ്ട്. ഒരു മിനിമം 5 ഫിഷസിനെങ്കിലും അവൻ കിൽ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒറ്റയ്ക്ക് തന്നെ ഇടാൻ ശ്രമിക്കുക. ബ്യൂട്ടിഫുൾ ഫിഷാണ്. ആക്ച്വലി വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല, പക്ഷെ ഒറ്റയ്ക്ക് വളർത്താൻ പറ്റുള്ളൂ എന്ന് ഡീമെറിറ്റ് മാത്രമേ ഉള്ളൂ. സൂപ്പർ അഗ്രസീവ് ആയിട്ടുള്ള സൂപ്പർ ഫിഷാണ്. നല്ലൊരു പെറ്റായിട്ട് വളർത്താൻ പറ്റിയ ഫിഷാണ്. ആക്ച്വലി നല്ല സൈസ് ആവും. ബട്ട് ബ്യൂട്ടിഫുൾ ഫിഷാണ്. ഇത് വലുതാവും തോറും അതിൻ്റെ സ്ട്രൈപ്സിൻ്റെ കളർ കുറഞ്ഞു വരും. പക്ഷേ ബ്യൂട്ടിഫുൾ ഫിഷാണ്. ചില ആൾക്കാർക്ക് ഇത് മെറിറ്റ് ആവും, ചില ആൾക്കാർക്ക് അത് ഡീമെറിറ്റ് ആവും. സോ നോക്കിയെടുക്കുക. സോ ഇതാണ് ഇന്നത്തെ ലിസ്റ്റ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ അടുത്ത വീഡിയോ കാണാം.